ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലാണെങ്കിൽ മൊത്തം ഫാഷൻ കാറ്റഗറിയിലുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ കാണുക. അപ്പോൾ അപ്ഡേറ്റ് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. പിന്നെ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യണത്, ഞാൻ ആരാ അതൊക്കെ അറിയണ്ട, എന്നിട്ട് വേണ്ട കുത്താനായിട്ട്. ഞാൻ ഷെൽമി. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് കുത്തി കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ് ടു 60% സെയിലാണ് നടക്കുന്നത്. അതും ഡിസംബർ 23 വരെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. ഫാഷൻ കാറ്റഗറിയിൽ എന്തായാലും 60% ഡിസ്കൗണ്ട് ഉണ്ട്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അറിയേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഡ്രസ്സ് മാത്രം. അപ്പോൾ നമ്മൾ ഈ ഇട്ട ഫസ്റ്റ് കാറ്റഗറി വെച്ച് തുടങ്ങാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ കുർത്തിയാണ്. ഏലിയൻ സ്റ്റൈലാണ് ഇത് വരുന്നത്. മറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അടിപൊളി മെറ്റീരിയലാണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് ഓടുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. അതും ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ. പിന്നെ സൈസും അതിൻ്റെ ഒരു ഷേപ്പിൻ്റെ കാര്യം പറയാനില്ല, ഒക്കെ പെർഫെക്റ്റ് ആണ്. എനിക്കിഷ്ടം എന്തായാലും. ഇനി യോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ഇങ്ങനെ പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരിങ്ങനെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കാണുന്നത് ഇത് ഒറിജിനൽ മിറർ ആണോ ചോദിച്ചാൽ അല്ല. എന്നാൽ ഫോയിൽ മിറർ വർക്കാണോ അതും അല്ല. ഇത് ഒരു സ്റ്റീല് ടൈപ്പാണ്. നമ്മളിങ്ങനെ പിടിച്ച് വളച്ചാൽ മാത്രം വളയുള്ളൂ. അന്നത് മിററിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ലുക്ക് ഉണ്ട്, അങ്ങനെ ഡാമേജ് ആവില്ല. ആ ഒരു കാര്യത്തിൽ സേഫാണ്. പിന്നെ കോട്ടൺ ആണ്, നമുക്ക് വീട്ടിൽ വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇത് സിംഗിൾ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ കൂടെ പാൻറ്റ് ഒന്നുമില്ല. വി ബൈബ്സ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിലിംഗ് പിൻടെക്സ് സ്റ്റൈലിൽ കൊടുത്തിട്ട് ചെറുതായിട്ടൊരു പാറ്റപ്പ് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. പക്ഷെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ലുക്ക് അടിപൊളിയാണ് കേട്ടോ. ഗോഡ് കണ്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ലടേ, പക്ഷെ കിട്ടിയപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. ഫോട്ടോയിൽ കണ്ടപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ആയിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ധമാക്ക എന്ന് പറയാം. ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു പാറ്റേൺ ആദ്യം കാണിച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. പാറ്റേൺ വരുന്നത് ഇതാ. ഈ ഒരു സൈഡിൽ ഇങ്ങനെ മൊത്തം ഫ്ലീറ്റ് വർക്കൊക്കെ വന്നിട്ട്, പിന്നെ അതിൽ ഫോട്ടോയിൽ കാണിച്ച ഫുൾ സ്ലീവ് അല്ല, 3/4 സ്ലീവ് വരുന്നത്. ഇതെനിക്ക് ഫുൾ സ്ലീവാണ് കിട്ടിയത്. പിന്നെ ഈ സൈഡ് കണ്ടോ, ഈ ഒരു പാറ്റേൺ അല്ല ഫോട്ടോയിൽ കാണുമ്പോൾ. ഫോട്ടോയിൽ സ്ട്രെയിറ്റ് ആണ് കാണുന്നത്. എനിക്കപ്പോൾ എന്താ പറയുക, ധമാക്ക കിട്ടിയെന്ന് പറഞ്ഞുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഇനി ഇതിൻ്റെ ലുക്ക് നോക്കുകയാണെങ്കിൽ 3 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. കലോസിയ ബ്രാൻഡാണ്. സ്ട്രെയിറ്റ് ഫിറ്റ് അല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു എ ലൈൻ സ്റ്റൈലിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് ഒരു ഫ്ലയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ യോക്കിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിങ് വീനക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുൾ സ്ലീവ്, ഓഹോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഫുൾ സ്ലീവ് എന്ന് പറഞ്ഞാൽ എൻഡിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻറ്റ് നോർമൽ ഈ ഒരു തുണിയിൽ തന്നെ കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ വലിയ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഓവറോൾ ഈ ഒരു കളർ ഇങ്ങനെ ഞാൻ കൂടുതൽ മേടിക്കാറില്ല, പക്ഷേ ഈ ഒരു കളർ മേടിച്ചപ്പോഴും എനിക്കിഷ്ടമായി. ഇതും എനിക്ക് ചേരൂലോ അല്ലേ എന്ന്. അപ്പോൾ ലാർജാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് അടിപൊളിയാണ്. ഗോ ഫോർ ഇറ്റ്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, സൈസസും ഉണ്ട്. മിസ് ചെയ്യേണ്ട. സെയിൽ നടക്കുന്ന സമയം വീണ്ടും പറയാണ്, വേഗം ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിക്കോ. ലാർജ് സൈസ് 3 പീസിൻ്റെ കളക്ഷൻ കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ടോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ടോപ്പ് എന്ന് പറയുമ്പോൾ യോക്കിൽ നല്ല അടിപൊളി ഒരു എംബ്രോയ്ഡറി വർക്ക്, ഒരു പിറ്റൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആര്യ വർക്ക് സ്റ്റൈലിലുള്ളത്. അത്ര വലിയ ആര്യ വർക്ക് നല്ല, എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ആര്യ വർക്ക് സ്റ്റൈലിൽ സൈഡിലൊരു മീൻസ് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ്. പിന്നെ പറയാനുള്ളത് യോക്ക് കഴിഞ്ഞിട്ട് ആ ഒരു ഫ്രില്ല്. നമുക്ക് മെയിനായിട്ട് ടമ്മി കൂടുതലുള്ള ആൾക്കാരാണല്ലോ മലയാളികൾ. അപ്പോൾ അവർക്ക് ഹൈഡ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു ഫ്രില്ല്. അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഈ ലൈനാണ് കുർത്തി. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ആനച്ചന്തം എന്ന് പറയില്ല, ആ ഒരു സംഭവം എന്തായാലും ഈ ഒരു കുർത്തിയിലുണ്ട്. അത്യാവശ്യം ലെങ്ത്തും അതിൻ്റെ ഫ്രിൽ വർക്കായാലും എല്ലാം കൊണ്ട് ടോട്ടലി സാറ്റിസ്ഫൈ. ഇനി 3/4 സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ചെറുതായിട്ടൊരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള പാൻറ്റ് അത് കൂടാണ്ട് നല്ല അടിപൊളി മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട ഒക്കെ നല്ല വലിപ്പം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്.
പിന്നെ ഓവറോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഒരു ചെറിയൊരു ഗോൾഡൻ്റെ ഒരു ബാന്തിനിയുടെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാന്തിനിയുടെ പ്രിൻറ്റ് തന്നെ നമുക്ക് ഓവറോൾ ടോപ്പിലും ദുപ്പട്ടയിലും മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ചെറുതായിട്ടുള്ള അങ്ങനെ വലുതായിട്ട് അങ്ങനെ ജിഗ്ജാഗ് കളറിലല്ല, സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡിലാണ്. പിന്നെ ലെവൻഡർ ആണ് ഷെയ്ഡല്ലോ, അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിലും കളർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ ഇല്ല. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എപ്പോഴും വന്നും പോയി ഇരിക്കും. ചില സമയത്ത് മീഡിയമിൽ 2-3 കളർ കാണിക്കുന്നുണ്ട്, ലാർജിലാണെങ്കിൽ ഈ ഒരു ഒറ്റ ഷെയ്ഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുമ്പോൾ നല്ല റേറ്റ് കുറവ്, സെയിലുള്ള സമയമാണല്ലോ, അപ്പോൾ നല്ല റേറ്റ് കുറവിന് എനിക്ക് കിട്ടി. 500 സംതിങ്ങിന് 3 പീസ് കളക്ഷൻ ആരാ മേടിക്കാണ്ടിരിക്കുക അല്ലേ. ലാർജ് ആണ് കേട്ടോ സൈസ്. 3 പീസിൻ്റെ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ. അതും മെറ്റീരിയലിനേക്കാളും കൂടുതൽ പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ, ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിൽ നല്ല ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കണ ഒരു ഡിസൈൻ. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ കളറാണ് മറൂൺ, എല്ലാവർക്കും അണങ്ങുന്ന ഒരു കളറും കൂടിയാണ്. അപ്പോൾ ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രേറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റ് ഫ്രണ്ടിലും ബാക്കിലും ഓവറോൾ ആ ഒരു പ്രിൻറ്റിൻ്റെ വർക്ക് പോയിട്ടുണ്ട്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ബ്ലെൻഡ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ പാൻറ്റ് പ്ലെയിൻ ആണ് കേട്ടോ. പാൻറ്റിൽ 1 സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. ഒപ്പം നമുക്ക് ദുപ്പട്ട എന്ന് പറയുമ്പോൾ നോർമൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്, പക്ഷേ ഇതിൻ്റെ സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പക്ഷി എന്ന് പറയുമ്പോൾ അതാ നല്ലോണം ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട്, നോർമലിനേക്കാളും വിട്ടിട്ടുള്ള ഒരു ലെങ്ത് എന്ന് പറയില്ലേ, ആ ഒരു ലെങ്ത്. പിന്നെ ഈ ഒരു ദുപ്പട്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കാണാൻ പറ്റും, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കാണാൻ പറ്റും കേട്ടോ. പെർഫെക്റ്റ് ആണ്. സൈസ് ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പ്രൈസ് റീസണബിൾ പ്രൈസ്. ഇപ്പോൾ സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇൻഡോയിറ ബ്രാൻഡ് നമ്മുടെ ചാനലിൽ സ്ഥിരം നമ്മുടെ വീഡിയോസ് എപ്പോഴും വരാറുണ്ട്. അത് കുർത്തിയായാലും ശരി, 2 പീസ് ആയാലും 3 പീസ് ആയാലും അവരുടെ ക്വാളിറ്റി അടിപൊളിയാണ്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലീവ സർട്ടിഫൈ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കുർത്തിയാണ്. സ്ട്രേറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്. പിന്നെ കളർ ഓഫ് കോഴ്സ് ബ്ലാക്കിൽ ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, ഇത് ഫുൾ എംബ്രോയ്ഡറിയുടെ വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് നോക്കിയിട്ടാണ് പിക്ക് ചെയ്തത്. പിന്നെ 3/4 ആണ് സ്ലീവ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു സൈഡിലത്തെ ആ ഒരു വർക്ക് മാത്രം മതി ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിന് ഭംഗി കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇതാണ് ലുക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. അപ്പോൾ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിൽ സൈസസും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതിട്ടോ. ലിങ്ക് ഇപ്പോൾ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എത്ര പ്രൈസ് എന്ന് വെച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 60% ഓഫിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അത് ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും 60% ഓഫ് നടക്കുന്ന കാര്യം മറക്കണ്ട. ഇനി ഈ മാസം വിട്ടുപോയെങ്കിൽ അടുത്ത മാസം പിടിക്കുക. കാരണം ആമസോണിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽസിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അടുത്തത് ഫെസ്റ്റിവൽ, ഇങ്ങനെ ഓരോരോ ഫെസ്റ്റിവൽസ്. അപ്പോൾ 60% ഓഫ്. അതും ഫാഷൻ കാറ്റഗറി ലേറ്റസ്റ്റ് ട്രെൻഡി കളക്ഷൻസ് ഡിസംബർ 23 വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറക്റ്റ് എത്ര പ്രൈസ് എന്നുള്ളത് ലിങ്കിൽ കയറി നോക്കിയാൽ ഇനി അറിയാൻ പറ്റുള്ളൂ. ഞാൻ മേടിച്ച റേറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഓൺലൈൻ സൈറ്റാണ്, എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസ് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിങ്കിൽ കുത്തിയിട്ട് ഡയറക്റ്റ് ആമസോണിലേക്ക് വിട്ടോ.